ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിലുള്ള നടത്തം. പിന്നാലെ നടന്ന് ആളൊഴിഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ സ്ത്രീയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് ഓടിമറഞ്ഞു. എല്ലാം ഒരു നിമിഷത്തിൽ എന്ന പോലെ. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് കണ്ണൂർ പുഴാതി ഗാന്ധിനഗർ റോഡ് ഭാഗത്തു വെച്ച് ഈ കവർച്ച നടന്നത്. പുഴാതി സ്വദേശിയായ സീതാലക്ഷ്മിയുടെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് പൊട്ടിച്ച് പ്രതി രക്ഷപ്പെട്ടത്. പുതിയ തെരുവിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു ഈ പരാക്രമം. ഉടൻ തന്നെ സീതാലക്ഷ്മി നാട്ടുകാരെ വിവരം അറിയിച്ചു. വളപട്ടണം പോലീസിലും വിവരമെത്തി. പട്ടാപ്പകൽ നടന്ന കവർച്ച പോലീസും ഗൗരവമായി എടുത്തു. CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു. നരച്ച താടിയുള്ള നീല ഷർട്ട് ധരിച്ചയാളാണ് മാല പൊട്ടിച്ചതെന്ന് സീതാലക്ഷ്മി മൊഴി നൽകിയിരുന്നു. ഇയാളുടെ CCTV ദൃശ്യങ്ങൾ കിട്ടിയതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. പ്രതി കണ്ണാടിപ്പറമ്പ് മാതോടം സ്വദേശി മുസ്തഫയാണെന്ന് പോലീസ് മനസ്സിലാക്കി. വീട്ടിൽ പോലീസ് എത്തുമ്പോൾ അവിടെ മുസ്തഫ ഇരിക്കുന്നുണ്ടായിരുന്നു. നരച്ച താടിയെല്ലാം ഷേവ് ചെയ്ത് കുട്ടപ്പനായി ഇരുന്ന മുസ്തഫക്ക് പോലീസിനെ കണ്ടപ്പോൾ ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. ദൃശ്യത്തിൽ കാണുന്നത് താനല്ല എന്നുവരെ കൂസലില്ലാതെ ഇയാൾ പറഞ്ഞു നിന്നു. പ്രതി ഇതുതന്നെയെന്ന് മനസ്സിലാക്കിയ പോലീസ് മുസ്തഫയെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ മുസ്തഫയാണ് മാല കവർന്നതെന്നും പോലീസ് ഉറപ്പിച്ചു. പുതിയതെരു ഭാഗത്തെ മത്സ്യമാർക്കറ്റിലാണ് ഇയാൾക്ക് തൊഴിൽ. നേരത്തെയും മാല കവർന്നിട്ടുണ്ടെന്ന് പ്രതി ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. പുതിയതെരുവിൽ വെച്ച് 2.5 പവന്റെ മാലയാണ് അന്ന് കവർന്നത്. ഇതിൽ പിടിക്കപ്പെടാത്തതാണ് വീണ്ടും കവർച്ച നടത്താൻ പ്രതിയെ പ്രേരിപ്പിച്ചത്. ഷേവും ചെയ്ത് ഷർട്ടും മാറി നിന്നാൽ ആരും മനസ്സിലാക്കില്ല എന്നാണ് പ്രതി കരുതിയിരുന്നത്. സമാനമായ രീതിയാണ് പുതിയതെരുവിലെ കവർച്ചയ്ക്ക് ശേഷവും പ്രതി സ്വീകരിച്ചിരുന്നത്. വളപട്ടണം SHO ASP കാർത്തിക്, ഇൻസ്പെക്ടർ TP സുമേഷ്, SI TM വിപിൻ, ASIമാരായ ഷാജി, ഷമീൽ, സീനിയർ CPO അബ്ദുൽ ഖാദർ, സുമിത് എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം നടന്നത്. കവർച്ച നടന്ന് 2 മണിക്കൂറിനകം തന്നെ പ്രതിയെ പിടികൂടാനായത് പോലീസിന്റെ അന്വേഷണ മികവുമായി. ഭീതിയോടെ നിന്ന നാട്ടുകാർക്കും പോലീസിന്റെ അന്വേഷണം ആശ്വാസം പകർന്നു. മനോജ് മയിൽ, കണ്ണൂർ വിഷൻ.